യെസ്, ഹലോ മക്കളെ. നമ്മളിന്ന് അടുത്ത ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് ഏരിയ ആണ് കേട്ടോ. ഏരിയ അതായത് പരപ്പളവ്, മലയാളത്തിലെ പരപ്പളവ് അഥവാ വിസ്തീർണം എന്ന് പറയും. ഏരിയ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സമയം കളയുന്നില്ല. സാറ് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. ഓക്കെ, റീഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഒരു വശം 10 സെൻറ്റിമീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ വിത്ത് എ സൈഡ് ഓഫ് 10 സെൻറ്റിമീറ്റർ അല്ലേ? ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓപ്ഷൻസിലോട്ട് പോകണ്ട, ചെയ്തു നോക്കാം അല്ലേ. ഒരു വശം 10 സെൻറ്റിമീറ്ററായി സമചതുരമാണ്. അതായത് സമചതുരം എന്ന് പറഞ്ഞാൽ ഫിഗറിലുള്ളതുപോലെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സമചതുരമാണ്. അപ്പം ഒരു സൈഡ് തന്നിട്ടുണ്ടല്ലേ, 10 സെൻറ്റിമീറ്ററാണ്. യൂണിറ്റ് നന്നായിട്ട് നോക്കണേ. ഓക്കെ, എല്ലാം 10 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട സമവാക്യം അറിയാലോ. ഏരിയ നിങ്ങൾ സാറിൻ്റെ കൂടെ നോട്ടിലോട്ട് എഴുതുക. കാരണം അറിയാലോ, സാറ് വിരൽ വെച്ചിട്ട് മൊബൈലിൽ എഴുതുകയാണ്, എന്നിട്ടാണ് റെക്കോർഡ് ചെയ്യണത്. ഓക്കെ, അതിൻ്റേതായ ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? സൈഡ് സൈഡ് മൾട്ടിപ്ലൈഡ് ബൈ സൈഡ്. ഓക്കെ, SIDE. ഓക്കെ, വശം ഇൻറ്റു വശം. മലയാളം മീഡിയം കുട്ടികൾ വശം ഇൻറ്റു വശം എന്ന് എഴുതാം കേട്ടോ. വശം ഒരു സൈഡ് എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സൈഡ് 10 അടുത്തത് എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. നമുക്കറിയാം എല്ലാ വശവും ഒരുപോലെ ആയിരിക്കുമല്ലോ. 10 ഗുണിക്കണം 10 എത്രയാണ്? 10 മൾട്ടിപ്ലൈഡ് ബൈ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും അല്ലേ. ഇനി ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് നോക്കി ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 10 അല്ലേ. അതെന്താണ്? അതിൻ്റെ യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ അല്ലേ. നെക്സ്റ്റ് അടുത്തത് എന്ത് തന്നെയാണ്? ഗുണിക്കണം. നെക്സ്റ്റ് പിന്നെ എഗെയിൻ സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. നമുക്ക് ഈ സെൻറ്റിമീറ്റർ സ്ക്വയർ ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ. യെസ്, C ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. യെസ്, ഒരു ചതുരത്തിന് 25 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും ഉണ്ടെങ്കിൽ അതിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഇഫ് എ റെക്റ്റാങ്കിൾ ഈസ് 25 മീറ്റർ ലോങ് ആൻഡ് 20 മീറ്റർ വൈഡ്, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? നേരത്തെ നമ്മൾ സമചതുരം ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? റെക്റ്റാങ്കിൾ ആണ് അല്ലേ, ചതുരം. ചതുരത്തിൻ്റെ പരപ്പളവ് അതായത് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ എഴുതി തന്നെ ചെയ്യണേ. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത്രയും ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ബ്രെഡ്ത്ത്. ചെയ്ത് നോക്കുക. ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ. എത്ര നീളം ഉണ്ടെന്നാണ് പറഞ്ഞത്? നീളം ഇൻറ്റു വീതി. മലയാളം മീഡിയം കുട്ടിയുടെ നീളം ഇൻറ്റു വീതി. പരപ്പളവ് സമം നീളം ഗുണിക്കണം വീതി എന്ന് എഴുതുക. നമുക്ക് നീളം 25 മീറ്റർ തന്നിട്ടുണ്ട്. 25 മൾട്ടിപ്ലൈഡ് ബൈ നെക്സ്റ്റ് വീതി തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 20 മീറ്റർ. 20. ആൻസർ കണ്ടുപിടിച്ചോളൂ. നോക്കാം. ഈ 20നെ നിങ്ങളെങ്ങനെ കാണണം? 10 ഗുണിക്കണം 2 ആണല്ലോ, അറിയാലോ. അതായത് ഇവിടെ സാർ ലെഫ്റ്റ് സൈഡിൽ എഴുതാം. 25 മൾട്ടിപ്ലൈഡ് ബൈ 20നെ ഞാൻ മാറ്റുകയാണ്. 10 ഗുണിക്കണം 2 എന്ന് എഴുതിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് 20 തന്നെയല്ലേ. ഇത് 20 അല്ലേ. നോക്കി, ഇതിൻ്റെ ആൻസർ എത്ര പെട്ടെന്ന് പറഞ്ഞേ? 250 അല്ലേ. 25 ഗുണിക്കണം 10 250. പിന്നെ ഒരു ഇൻറ്റു 2 കൂടെ ഉണ്ടല്ലോ. അതായത് 250ൻ്റെ ഇരട്ടി എടുക്കുക. 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി എടുക്കുക. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 250 × 2 എത്രയാണ്? 500. നേരത്തെ പറഞ്ഞതുപോലെ ലെങ്ത്ത് 25 അല്ലേ, അത് മീറ്ററിലാണ് അല്ലേ. യൂണിറ്റ് ശ്രദ്ധിക്കണേ. ഇനി ബ്രെഡ്ത്ത് അതായത് വീതി എന്ത് തന്നെയാണ്? 20. അതും എന്തിൽ തന്നെയാണ്? മീറ്ററിലാണ്. മീറ്ററിൻ്റെ മീറ്റർ എന്തായിട്ട് വരും? മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് 500 മീറ്റർ സ്ക്വയർ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഇതാ മൂന്നാമത് ഓപ്ഷൻ അല്ലേ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾ എഴുതി കഴിയാത്തവരാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് എഴുതുക. അടുത്തതിലോട്ട് പോവാണ് കേട്ടോ. സിമ്പിളല്ലേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ, കമൻ്റായിട്ട് ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ. 12 സെൻറ്റിമീറ്റർ പാദവും 9 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണം അഥവാ പരപ്പളവ് കണ്ടെത്തുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ബേസ് 12 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 9 സെൻറ്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ചെയ്യാം. അതായത് ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്? ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു BH അല്ലേ. അതായത് ബേസ് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ്. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഹാഫ് അതായത് പകുതിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗുണിക്കണം ബേസ് എത്രയാണ് തന്നത്? ബേസ് ഏരിയ. അതായത് ഈ ട്രയാങ്കിൾ, ഞാൻ സാറ് 3 ട്രയാങ്കിൾ മനസ്സിലാൻ വേണ്ടി ഇതിനെയാണ് ബേസ് എന്ന് പറയുന്നത് അല്ലേ. താഴ്ഭാഗത്തുള്ളത്
ബേസാണ്. ഈ ബേസ് എത്രയാണ് തന്നിരിക്കുന്നത്? ഇത് എല്ലാം ഒരു ഫിഗറല്ല, ചുമ്മാ മനസ്സിലാവാൻ വേണ്ടി തന്നതാണ് കേട്ടോ. ഞാൻ അടുത്ത ഹൈറ്റ് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, അതിനുവേണ്ടി 3 ഫിഗർ ഡിഫറൻ്റ് ആയിട്ട് വരച്ചതാണ്. ഞാൻ പറഞ്ഞുതരാം. ബേസ് 12 ഓക്കെ. മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റാണ് 9 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ഇതൊന്ന് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ് നോക്കിയേ. താഴെയുള്ള ഈ ബൈ 2 ഉണ്ടല്ലോ, അത് നിങ്ങൾ ഫുള്ളായിട്ട് മനസ്സിൽ ഇങ്ങനെ ഒരു വര സങ്കല്പിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അത്. എല്ലാവരെയും ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യാൻ പോണേ. നോക്കി ആരെയും കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഓൾറെഡി അറിയാമല്ലേ, 12ഉം ഈ 2ഉം കട്ട് ചെയ്യാൻ പറ്റും, കാരണം അത് 2 ഈവൺ നമ്പേഴ്സാണ്. ഇത് 1 × 2 അല്ലേ, ഇതാരാ 6 × 2. ഇതിലാരാ കട്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ 2 മുകളിലും താഴെ ഉണ്ട്. ഇനിയിപ്പോൾ 6ഉം താഴെ 1 ഉണ്ട്. മൾട്ടിപ്ലൈഡ് ബൈ 1ഉം ഡിവൈഡഡ് ബൈ 1ഉം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ നോക്കിയാൽ 1 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, 9 ഉണ്ട്. താഴെ ആരാ ബാക്കി വന്നത്? 1 ഉണ്ടല്ലോ. ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയേ വേണ്ട. ഗുണിക്കലും ഹരിക്കലും 1 കൊണ്ട് വന്ന് നമ്മൾ ചെയ്യേണ്ട. പിന്നെയുള്ളത് 6 × 9 ആണ്. സാറേ ഇപ്പം മാത്രമേ ഇത് എഴുതുള്ളൂ 1 വെച്ചിട്ടുള്ളത്, ഇനി മുതലേ എഴുതില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. 6 മൾട്ടിപ്ലൈഡ് ബൈ 9 എന്തായിട്ട് മാറും? 6 × 9 54. ഇപ്പോൾ പറഞ്ഞതിൽ ബേസ് സെൻറ്റിമീറ്ററിലാണ്, ഹൈറ്റും എന്ത് തന്നെയാണ്? സെൻറ്റിമീറ്ററാണ്. മൾട്ടിപ്ലൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. 54 ഉണ്ടോ? യെസ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കിതിൽ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞു. എവിടെ നിന്നാണ് ഹൈറ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ട്രയാങ്കിളുടെ ബേസ്, ഒരു ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കാം. ബേസിൽ നിന്നും ഈ ഒരു മൂന്നാമതൊരു ബിന്ദു ഉണ്ടല്ലോ, പോയിൻ്റ്, അവിടേക്ക് വരയ്ക്കുന്ന ഒരു വര, ഇതാണ് ഹൈറ്റ്. ആ വരയ്ക്കൊരു പ്രത്യേകത, ബേസുമായിട്ട് എത്ര ഡിഗ്രി ഉണ്ടാക്കണം? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഫിഗറിൽ ഇതുണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ, 90 ഡിഗ്രി വരയ്ക്കാം. പക്ഷേ ഇതല്ല അതിൻ്റെ ഹൈറ്റ്, കൃത്യമായി ഇതാണ് കേട്ടോ. കൃത്യമായി ആ ഒരു മൂന്നാമത്തെ പോയിന്റിൽ വരുന്നതിനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫിഗറിൽ കൃത്യമായിട്ട് 90 ഡിഗ്രി വരുന്നത് ഇവിടെയൊക്കെ വരുത്തിക്കാൻ പറ്റും, പക്ഷേ ഏറ്റവും മുകളിലെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിവിടെയല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ ലാസ്റ്റ് ഇവിടെയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഹൈറ്റായിട്ട് എടുക്കുന്നത്. കൃത്യമായിട്ട് 90 ഡിഗ്രി വരുത്തിക്കുക. നെക്സ്റ്റ്, അപ്പോൾ ആൻസർ 54 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സർക്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു വൃത്തത്തിന് 7 സെൻറ്റിമീറ്റർ ആരമുണ്ട്. അതിൻ്റെ വിസ്തീർണം അഥവാ പരപ്പളവ് കണ്ടെത്തുക. ഒന്നുമില്ല, റേഡിയസ് തന്നിട്ടുണ്ടല്ലേ. ഇംഗ്ലീഷിൽ എ സർക്കിൾ ഹാസ് റേഡിയസ് 7 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അവിടെ അവർ പറയുന്നുണ്ട് പൈ എന്ന് പറയുന്ന വാല്യൂ 3.14, അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കാൻ 22/7, 7 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉപയോഗിക്കാനാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. പൈ r സ്ക്വയർ അല്ലേ, സ്ക്വയറാണ്, 2ആണ്. ഓക്കെ, എന്താ റേഡിയസ്? ഒരു സർക്കിളിന് സെൻറ്റർ ഉണ്ടാവും, അവിടെ നിന്നും എങ്ങോട്ട് വരയ്ക്കുന്ന ഒരു വര, റേഡിയസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നിട്ടുണ്ട്, ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? 7 ആണ്. നമുക്ക് കണ്ടുപിടിക്കാം. പൈ മൾട്ടിപ്ലൈഡ് ബൈ റേഡിയസിൻ്റെ സ്ക്വയർ, അതായത് 7ൻ്റെ സ്ക്വയർ. സിമ്പിളല്ലേ? ഇതാണ് ആൻസർ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കുമ്പം ഇവർ പറഞ്ഞിട്ടുണ്ട് പൈ എന്തായിട്ട് എടുക്കാൻ പറഞ്ഞു അവർ, 22/7 മൾട്ടിപ്ലൈഡ് ബൈ ഇനിയാണ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 × 7 അല്ലേ. നമുക്ക് നോക്കി ഇനി ആരെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു വര വന്നാൽ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. ആരെയും മേലെയും താഴെ ഒരുപോലെ ഉണ്ടോ? യെസ്, ഒരു 7 നമുക്ക് കട്ട് ചെയ്യാം. ഇനി എന്തേ ഉള്ളൂ? 22 × 7 ആണ് ആൻസർ. 22 × 7 ചെയ്ത് നോക്കുക. ഇതാ സാർ ഇപ്പം റൈറ്റ് സൈഡ് സ്ഥലമില്ലാത്തതുകൊണ്ടൊന്നും ലെഫ്റ്റ് സൈഡ് ചെയ്യുന്നുണ്ട്. 22 × 7, 2 7s are 14. ഓക്കെ, 4 1 ബാലൻസ്. 2 7s are 14 + 1 15. 154 is the answer. 154. യെസ്, ദ ആൻസർ ബി. ഓക്കെ, സോറി, ഓപ്ഷൻ ബി ആണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. സിമ്പിളല്ലേ സാർ? റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ചുറ്റളവും പരപ്പളവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് ഇക്വേഷൻ πr² ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം.